അർജുന് വേണ്ടിയുള്ള 9ാം ദിനത്തെ തിരച്ചിൽ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഗംഗാവരി നദിയിലാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. ബൂം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ബൂം എന്ന് പറയുന്നത് ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ JCB അല്ലെങ്കിൽ ഹിറ്റാച്ചി മോഡലുള്ള ഒരു യന്ത്രമാണ്. അത് ഏകദേശം ഇന്നലെ രാത്രിയോടെ എത്തുമെന്ന് തന്നെയാണ് സതീഷ് കുമാർ സെയിൽ MLA ഇന്നലെ രാത്രി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ബൂം കൊണ്ടുവരുന്ന ഈ ട്രക്കിന് ചില തകരാറ് സംഭവിച്ചതുകൊണ്ട് അത് അല്പം ഒരു ഡിലേ ആയി. ഇന്ന് രാവിലെ 11:30-12 മണിയോടുകൂടിയാണ് ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്, ഈ അങ്കോളയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അതിനെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായൊരു അതിന് എവിടെയും ഒന്നും സംഭവിക്കാതിരിക്കാൻ ഒരു പോലീസ് അകമ്പടിയും ഉണ്ടായിരുന്നു. അതായത് ഈ ബൂമുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരെ നിന്നുമാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എവിടെയും ഒരു ബ്ലോക്കോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ അല്ലെങ്കിൽ MLAയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു ഹൈവേ പോലീസിൻ്റെ എസ്കോർട്ടോടു കൂടിയാണ് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെ വരെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കും ഉൾപ്പെടെ കുടുംബങ്ങൾക്കുൾപ്പെടെ പ്രവേശനം ഇവിടെയാണ് അനുവദിച്ചിരിക്കുന്നത്. അവിടേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ഒരു പൂജ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഗംഗാവരി നദീനേക്ക് സമീപത്തേക്ക് അല്ലെങ്കിൽ മലയിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഏതായാലും ഇന്ന് ഒരു സൂചന ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കുൾപ്പെടെ അകത്തേക്ക് പ്രവേശനമില്ല. കുടുംബങ്ങളെ ഉൾപ്പെടെ രാവിലെ തൊട്ട് ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല. ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ MLAയുടെ വാഹനത്തിലേക്കാണ് അകത്തേക്ക് കയറിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും സച്ചിൻ ദേവ് MLA, ലിൻഡോ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം അവർ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഇന്ന് തന്നെ അർജുനുമായി ബന്ധപ്പെട്ട ഒരു വിവരം നമുക്ക് എന്തായാലും ലഭിക്കും. അർജുൻ്റെ ഈ ഒരു ലോറി അടിയിൽ പോയതും ഒപ്പം തന്നെ ഈ അർജുൻ്റെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായ ചിത്രം ഇന്ന് തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ബൂം കൊണ്ട് ഇനിയും ആവശ്യമെങ്കിൽ ബൂം എത്തിക്കും എന്ന് തന്നെയാണ് MLA പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യ ദിവസത്തെ ലാഗ് ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അതിനുശേഷം ഈ മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ ഈ കേരള സർക്കാരിൻ്റെയും അല്ലെങ്കിൽ അത്തരം സന്നദ്ധ പ്രവർത്തകരുടെയും ഇടപെടലിലൂടെ വലിയ രീതിയിലുള്ള തിരച്ചിൽ, അതായത് തിടുക്കം കൂട്ടിയുള്ള തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ MLA നേരത്തെ മഞ്ചേശ്വരം MLA KM അഷ്റഫ് മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യമാണ്. കാരണം ഈ അധികൃതർക്കും, കർണാടക സർക്കാർ അധികൃതർക്ക് പോലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനൊരു ആകാംക്ഷ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ളൊരു കാര്യമുണ്ട്. കാരണം അവർ കൊണ്ടുവന്ന എക്യുപ്മെൻസിൻ്റെ കുറവാണോ, അല്ലെങ്കിൽ ഈ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ കുറവാണോ എന്ന് സംബന്ധിച്ച് അവർക്കും ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് അവർക്കും ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുന്നില്ല. ഏതായാലും എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളത്തേക്ക് ഒരു 10 ദിവസമാകും. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇവിടെ ആരംഭിച്ചിട്ട് 10 ദിവസമാകുകയും ചെയ്യും. ഏതായാലും അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഏകദേശം ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ഇടവിട്ട് ശക്തമായ മഴയും കാറ്റുമുണ്ട്. അത് തിരച്ചിലിനെ സ്വല്പമെങ്കിലും നേരത്തെ ബാധിച്ചിരുന്നു. കാരണം ആർമിയുടെയും നേവിയുടെയും ഒപ്പം തന്നെ പാലക്കാട് നിന്നുള്ള മുൻ സൈനിക ഉദ്യോഗസ്ഥൻ്റെയും നേതൃത്വത്തിലുള്ള തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശക്തമായ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ അഴിമുഖമാണ്. അതായത് തൊട്ടപ്പുറത്ത് കടലുമായി സംഗമിക്കുന്ന പുഴയാണ് ഈ ഗംഗാവരി പുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ അടിയൊഴുക്ക് ഈ തിരച്ചിലിന് ഒരു മഴ പെയ്തുകൊണ്ട് ശക്തമായ അടിയൊഴുക്ക് കൂടാൻ കാരണമുണ്ട്. അത് തിരച്ചിലിനെ ബാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ബൂം കൂടി വന്നതോടുകൂടി അത് പ്രശ്നമാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഒരു വ്യക്തമായൊരു സൂചന ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഈ ഇന്ത്യൻ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മിലിറ്ററി വിഭാഗത്തിൻ്റെ ഒരു ഒരു ക്യാമറ കൂടി അങ്ങ് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതെന്ന് വെച്ചാൽ ആ ഒരു ക്യാമറ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ
ഈ അടിയിലുള്ള, അതായത് മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നതിനും ഈ റിവറിന് ഈ പുഴയ്ക്ക് അടിയിലുള്ള ചിത്രങ്ങൾ വരെ ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമറ പോലുള്ള ഒരു ഉപകരണം എത്തും എന്ന് തന്നെയാണ് MLA നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഉപകരണത്തിൻ്റെ ഒരു ഉപയോഗം മൂലം തിരച്ചിൽ കൂടുതൽ വേഗത്തിൽ ആകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അത് ആദ്യം വിമാനത്തിലാണ് കയറ്റിവിടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിമാനത്തിൽ അത്തരത്തിലുള്ള ഉപകരണം കയറ്റിവിടാൻ സാധിക്കാത്തതോടെ രാജധാനി എക്സ്പ്രസ്സിൽ, അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ്സിലാണ് ആ ഒരു ഉപകരണം കയറ്റി വെച്ചിരിക്കുന്നത്. അത് ഏകദേശം ഇന്ന് രാത്രിയോടെ ഈ ഗോവയിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകം വണ്ടിയും സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് MLA പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് നാളെ രാവിലെയോടെ എത്തിച്ചേരും. അതും കൂടി എത്തിച്ചേരുന്നതോടെ തിരച്ചിൽ വേഗത്തിലാക്കാനാണ് സാധ്യത. ഏതായാലും അർജുനെ കാത്തിരിക്കുകയാണ് കേരളവും. ശിരൂരിൽ നിന്നും ഫൈസൽ അസീസ്, 1 ഇന്ത്യ മലയാളം.